സ്പെഷ്യൽ ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അപ്പൊ ആദ്യം തന്നെ അതിന് വേണ്ടുന്ന അരി കഴുകി മാറ്റി വെച്ചിട്ട് ചിക്കനിലോട്ട് ആവശ്യമുള്ള മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ ഫ്രൈ മസാല, ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ, അരിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇറങ്ങിയെടുക്കാം. അപ്പോഴേ കുറച്ച് നാളായിട്ട് കുറച്ച് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കട്ടിംഗ് ബോർഡിന്റെ ലിങ്ക് ഉണ്ടോന്ന്. അവർക്കുള്ള ഉത്തരമാണ് ഈ ടിംബർ ഹോമിന്റെ കട്ടിംഗ് ബോർഡ്. 1 ഇഞ്ച് തിക്നെസ്സും 1.5 കിലോളം വെയിറ്റും വരുന്നത് ഈ ഒരു ഐറ്റം നല്ല പഴക്കമുള്ള പുളിമുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കോട്ടിങ്ങോ ഗ്ലൂ ജോയിനിങ്ങോ ഇല്ലാത്തത് കൊണ്ട് തന്നെ 100% നാച്ചുറൽ ലോങ് ലാസ്റ്റിംഗോ ആണ്. അപ്പൊ പിന്നെ ബാമ്പു പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് 499 രൂപ മുടക്കി ഈ ഒരു പുളിമുട്ടിയുടെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതല്ലേ. എന്തായാലും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ, ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അങ്ങനെ ചിക്കനും വറുത്തെടുത്ത് റൈസും വേവിച്ച് മാറ്റി വെച്ചിട്ട് വേറൊരു പാനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ടൊരു 3-4 മുട്ടയും ചിക്കി എടുത്ത് കുറച്ച് കുരുമുളകും സോയാ സോസും മിക്സ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അരിഞ്ഞതും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല കിടിലൻ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. എന്റെ പൊന്നോ, നല്ല പൊളി ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഓക്കെ, ബൈ.